സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വണ്ടി ലോഡെല്ലാം കയറ്റി പുറത്ത് നിർത്തി. ഇപ്പോൾ അവിടുന്ന് കടയിൽ നിന്ന് പോയി ഭക്ഷണമെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഇനിയിപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ എടുത്തങ്ങോട്ട് സിറ്റി ഔട്ടർ പാസ് ചെയ്ത് അങ്ങ് പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാൾ വീഡിയോ തല തിരിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ്. പിന്നെ നമ്മൾ നേരെ പിടിച്ചങ്ങ് വീഡിയോ എടുക്കും കേട്ടോ. ഇങ്ങനെ പിടിച്ച് എങ്ങനെയുണ്ട്? അത് നമ്മുടെ പഴയ രീതിയിൽ തന്നെ. നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി ഇതൊരു കമ്പനി വന്ന് കിടക്കണം കേട്ടോ. ഇന്നലെ രാത്രി വന്നാണ്. നമ്മുടെ വണ്ടികൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സുഹൃത്തുക്കളെ, ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റി ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പുറത്തോട്ട് വരുന്നത് കേട്ടോ. വേറെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് കണ്ടിന്യൂസ് പ്രോസസ്. ഇവിടെ ഒരു ബൈപ്പാസ് നമ്മൾ കയറിയാണ് പോകുന്നത് കേട്ടോ. ടോൾ ഗേറ്റ് കയറി വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഭോപ്പാൽ ബൈപ്പാസിൽ കൂടെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷിറൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി കയറണം. അവിടെ കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇൻഡോർ റോഡ് പിടിച്ച് നേരെ പോകും. താങ്ക്സ് ഫോർ യൂസിങ് ഭോപ്പാൽ ബൈപ്പാസ്. തണുപ്പ് കാരണം തീ കത്തിച്ച് എല്ലാവരും കായുമാണ് കേട്ടോ. അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ ഇവിടെ. രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ. നമ്മുടെ ബെൽറ്റൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു. ഭോപ്പാൽ, ഷിഹോർ, ആസ്റ്റ, ദേവാസ്, ഉജ്ജയിൻ, ഇൻഡോർ. ഇവിടെ മൊത്തം LPG പ്ലാന്റ് കേട്ടോ. ഞാനിപ്പോൾ 3 LPG പ്ലാന്റ് കഴിഞ്ഞ് പോകുന്നുള്ളൂ. ഭോപ്പാൽ HP പ്ലാന്റ്, HP, BPC, IOC എല്ലാം അടുത്തടുത്താട്ടോ. മോർണിംഗ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഒരു ഘാട്ടിൻ്റെ പ്രദേശത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റേ ഫുള്ള് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. എന്തായാലും നമ്മൾ ആ റൂട്ടിൽ കൂടി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് നമുക്ക് എത്തിച്ചേരാനുള്ളത് നമ്മുടെ എന്താണ് ദേവാസ് ബൈപ്പാസ് കയറി ഇൻഡോർ കയറി നേരെ പിത്താമ്പൂർ ഇൻഡസ്ട്രിയൽ ഏരിയ അതിനെ കയറി ഇറങ്ങി വേണം പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ 18 കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നേരെ നമ്മൾ ദേവാസ് വഴി ജോയിൻ ചെയ്യുന്ന റോഡാണ് കേട്ടോ. നമ്മുടെ ഭോപ്പാൽ ടു ദേവാസ് റോഡാണ് കേട്ടോ ഇത്. ഈ റോഡാണെങ്കിൽ ചെറിയൊരു റോഡാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ 4 ലൈനാണ്. അപ്പുറം ഇപ്പുറം റോഡുണ്ട്, പക്ഷെ 2 ലൈനേ ഉള്ളൂ. 3 വരിപ്പാത ആകേണ്ടതാണ്. പക്ഷേ ഇമാര് സ്ഥലം എടുത്തിട്ടുണ്ട്, പക്ഷെ പണി നടന്നിട്ടില്ല. അറ്റപ്പറ്റ പിടിച്ച് വേണം പോകാൻ. കറക്റ്റ് എഡ്ജിലവിടെ വണ്ടി പോകുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഇൻഡോർ ബൈപ്പാസിലേക്ക് കയറിക്കിട്ടുണ്ടോ. ദേവാസ് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ദേവാസ് നേരെ ഇൻഡോറിലേക്കുള്ള ബൈപ്പാസിലേക്ക് കയറി. ബൈപ്പാസിലുള്ളൊരു ടോളാണ് കേട്ടോ, ദേവാസ് ബൈപ്പാസ് ടോൾ ഫീസ്. ഇൻഡോർ 32, കൽഘാട്ട്, മുംബൈ. ഇവിടെ ഒരു കമ്പനിയുടെ വണ്ടി തന്നെ 3-4 അടുപ്പിച്ചടുപ്പിച്ച് കിടക്കുന്നുണ്ട്. ഉണ്ടോ ലൈലൻ്റെ മൊത്തം. നമ്മൾ ദേവാസ് ബൈപ്പാസ് കയറുന്ന നേരെ ഇൻഡോറിലേക്കുള്ള ബൈപ്പാസ് റോഡ് കയറുക കേട്ടോ. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ദേവാസ് സിറ്റി കിട്ടും. ഇവൻ്റെ വണ്ടിയാണല്ലോ കിടക്കുന്നത്, അനാഥമായിട്ട് കിടക്കുന്നു.
പാൻറ്റയുടെ ലോഡുമായിട്ട് തോന്നുന്നു 2 വണ്ടികൾ ഇതേ തന്നെ ഇറങ്ങണം. നമ്മൾ ഇറക്കിയ കമ്പനിയിലേക്കുള്ള ലോഡാണ് കേട്ടോ അതെ. ഇൻഡോർ കണ്ടെയ്നർ ടെർമിനലാണ് കേട്ടോ. ഇൻഡോറിലെ കണ്ടെയ്നർ ടെർമിനൽ. സുഹൃത്തുക്കളെ, പീതാംബൂര് ഇൻഡസ്ട്രിയലിക്കകത്തിട്ട് ഇവന്മാർ വണ്ടി വഴിതിരിച്ചു വിട്ടു കേട്ടോ. നമ്മളെ വഴി നമ്മൾ വഴിതിരിച്ച് SRFിൻ്റെ കമ്പനി, പാനാസോണിക്കിൻ്റെ കമ്പനി, ഇതിൻ്റെ എല്ലാം പുറകെ കൂടെ ഒക്കെ കറങ്ങി അടിച്ച് വന്നുകൊണ്ടിരിക്കും കേട്ടോ. പീതാംബൂർ ഏതൊക്കെ കമ്പനി ഉണ്ടോ അതിൻ്റെ എല്ലാം തിണ്ണ നിരങ്ങിക്കൊണ്ട് നമ്മൾ വരുന്നു കേട്ടോ. സകല കമ്പനിയുടെ മുന്നിൽ കൂടെ നിരങ്ങിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ ഔട്ടറിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ രാജാർഹ് ദഹോഡ് റോഡ് കയറി കേട്ടോ. ദഹോഡ് ഗോദ്ര റോഡ്. ധാർ ബൈപ്പാസ് കേട്ടോ. ധാർ ബൈപ്പാസ്. രണ്ട് സൈഡും മലയെല്ലാം വെട്ടി എരിഞ്ഞുള്ള ഒരു വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. രണ്ട് സൈഡും ഫുള്ള് മലയെല്ലാം വെട്ടി എരിഞ്ഞ് അടിപൊളി റോഡാണ് കേട്ടോ. ഫാൻ ലീഫ് കൊണ്ടുവന്ന് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ട്രാഫിക് ചെയ്യണ്ടല്ല. അഹമ്മദാബാദ് 255 ജാമ്പുവ 20 കിലോമീറ്റർ. നമ്മൾ ദഹോഡ് കഴിഞ്ഞിട്ട് ഗോദ്ര റൂട്ടിൽ കയറി പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഗോദ്ര റോഡ്. ഇവിടെ ടോൾ ഗേറ്റ് വരും. ടോൾ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറമായിട്ട് ധാബയുണ്ട്. അവിടെ നിർത്തി കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ള പ്ലാനിലാട്ടോ. ഗോദ്ര ഒരു 40 കിലോമീറ്റർ കൂടിയ ഗോദ്ര എത്തും. അപ്പോൾ നമ്മൾ ഹോട്ടൽ സിദ്ധിയിലോട്ട് കയറ്റി അങ്ങ് ഒതുക്കാൻ പോകാം കേട്ടോ. ഒതുക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കിടന്നിറങ്ങിയിട്ട് വെളുപ്പ് കൂട്ടി എടുക്കാന്നുള്ള പ്ലാനില്ല കേട്ടോ. ഇപ്പോൾ ഗോദ്ര ബൈപ്പാസ് ആണ്. ഗോദ്ര ബൈപ്പാസ്. ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ. ഫസ്റ്റ് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക. കാരണം ഇന്നലെയൊക്കെ ഇച്ചിരി ഉറക്കം ഇച്ചിരി താമസിച്ചുപോയി. അപ്പോൾ ഈ പാർക്കിങ് നമുക്കിന്ന് കിടന്നിറങ്ങിയിട്ട് രാവിലത്തേന് ഒരു 3 മണിയാകുമ്പോൾ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിലിരിക്കും കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിൽ ഭയങ്കര തിരക്കാണ്. ഈ ഗോദ്രയിൽ നിന്ന് കലോള് പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ നേരെ വഡോദര പോയി കയറും. റൂട്ട് ഭയങ്കര തിരക്കാണ്. വെളുപ്പൂട്ടി അങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ തിരക്കങ്ങ് ഇല്ലാണ്ടങ്ങ് പോവാം. ഒരു വണ്ടിയുടെ ടയർ പൊട്ടിയത് സൗണ്ടാണ് കേട്ടോ. ഇതുണ്ടോ മൊത്തം. हाँ टायर बट गया. ग्लास शीशा कटा है देखो. शीशा कटा है. ഇപ്പോൾ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറി വന്നപ്പോൾ അതിൻ്റെ ടയർ പൊട്ടിയ സൗണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര വലിയ ബോംബ് പൊട്ടിയ ഒരു സൗണ്ടാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പം ഇവിടെ മൊത്തം പുകയായിട്ട് നിൽക്കുക. ഞാൻ വിചാരിച്ചു ഇനി ഗ്ലാസ് എല്ലാം കൂടെ പൊട്ടിക്കണമെന്ന്. ഫ്രണ്ട് ഗ്ലാസ്സേ കുഴപ്പമൊന്നുമില്ല. എന്നാലും റേഡിയൽ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് മയക്കം പിടിച്ച് വന്നപ്പോഴത്തേനെ സൗണ്ട് കേട്ടത്.
ഈ റേഡിയോ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ആൾക്ക് നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് വന്നിട്ട് ചിലപ്പോൾ ചത്തും കൊണ്ട് പോകും, പറയാൻ പറ്റത്തില്ല. കാരണം ഈ ടയർ പൊട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ഹൃദയടിപ്പ് വരെ നിന്ന് പോകുന്ന സൗണ്ടാണ്. ഈ അത്രയ്ക്കും സൗണ്ടാണ് കേട്ടോ. ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വണ്ടി എന്ത് പറ്റിയ വണ്ടിയുടെ മേലോട്ട് വല്ലതും വന്ന് വീണതാണെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ മൊത്തം പുകപടലമായിട്ട് മൊത്തം നിൽക്കുക. ഈ ചില്ലയിലോട്ടൊക്കെ വന്നിട്ട് മണ്ണടിച്ചിട്ടേ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ആ വെട്ടവിട്ടേക്കുന്ന വണ്ടിയാണ്, അവൻ്റെ വണ്ടിയുടെ ടയറാണ് പൊട്ടിയത്. അതിൻ്റെ ഏത് അത് തന്നെ പുറത്ത് കിടക്കുന്ന ടയറെന്ന് തോന്നുന്നു. അത് തന്നെ കണ്ടോ, പുറത്തെയാണോ അകത്തെയാണോ? ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പം നമ്മളോടൊന്ന് വണ്ടി എടുത്തു കേട്ടോ. വണ്ടി എടുത്തിട്ട് കലോട് വഴി പൊയ്ക്കൊണ്ടിരിക്കണം. കലോട് വഴി നിന്നിട്ട് നേരെ നമ്മുടെ വഡോദര ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ആ വഴിയാണ് കേട്ടത്. ഫുള്ള് ഹമ്പാണ്. ഈ വഡോദര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റോഡ് ഭയങ്കര ട്രാഫിക്കാണ്. ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ രാത്രി അവിടെ നിർത്തിയിട്ടത്. ഇതിലൂടെയൊക്കെ പകൽ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക്കുള്ള ഏരിയയാണ് ഇവിടെ എല്ലാം. ഈ കലോളം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഈ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്താവുന്നതാണ്. മൊത്തം ഹമ്പാണ്. വണ്ടി ഓടി എത്തിയല്ലേ നീ. ഹമ്പെന്ന് പറഞ്ഞാൽ എത്ര ഹമ്പ് ഇപ്പം ചാടിച്ചെന്നറിയാം. ജലഗീവാരിയുടെ വണ്ടി വരെയൊക്കെ ചവിട്ടി നിർത്തി പോകുന്നു. അങ്ങനെ നമ്മൾ വഡോദര ലൈനിലേക്ക് കയറി കേട്ടോ. ഹലോള് ടു വഡോദര ലൈനിലേക്ക് കയറി കേട്ടോ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ടോളുണ്ട് ഇവിടെ. ഇതാണ് ഹലോൾ ടോൾ പ്ലാസ കേട്ടോ. ഹലോള് അപ്പോൾ നമ്മൾ ടോൾ പ്ലാസയിലോട്ട് വന്ന് കയറും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ വഡോദര പാലത്തിന് രണ്ടുകൊണ്ട് പോയി കയറും കേട്ടോ. അവിടുന്ന് റൈറ്റ് അടിച്ച് നേരെ വസാട് റോഡ് കയറണം. വണ്ടി ഇത് പാസ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ടോ. ACMൻ്റെ വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റോഡിൽ പൈപ്പറൊക്കെ വേണ്ടി ഈ വണ്ടി ഉണ്ടായിരുന്നു. OACM. ഇതാണ് കേട്ടോ വഡോദര പാലത്തിനടിയിൽ നിന്ന് റൈറ്റ് ചെയ്യണം നമുക്ക്. NH48 ജോയിൻ ചെയ്യാം കേട്ടോ. NH48 അതായത് മുംബൈ ടു വഡോദര അഹമ്മദാബാദ് റോഡിലേക്ക് ജോയിൻ ചെയ്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നേരെ വസാട് കയറി ഇറങ്ങി വേണം നമുക്ക് പോകാനും. റോഡിലെ ഏറ്റവും വലിയ കുഴപ്പമില്ല, നല്ല വീതിയുള്ള റോഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ചെറിയ റോഡിലേക്ക് വന്ന് കയറുന്നുണ്ടോ. ചെറിയ ഇടയ്ക്കിടയ്ക്ക് 1-2 പാലങ്ങളുണ്ട് ഇതുപോലെ ഈ റോഡിൽ. അത് ഈ സൂറത്ത് കഴിഞ്ഞ് ഈ വഡോദര വരെയുള്ള ഇടയ്ക്കിടയ്ക്ക് വഴികളിൽ ഇങ്ങനെ ഉണ്ട്. അങ്ങനത്തെ ചെറിയ പാലം. അതിൽ വന്നിട്ട് ഫുള്ള് ബ്ലോക്കാവും. വണ്ടി സർവീസ് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ടല്ലോ റണ്ണിങ്ങിൽ. ലെഫ്റ്റിൽ പോകുന്നതാണ് വഡോദര അഹമ്മദാബാദിലേക്കുള്ള നോൺ സ്റ്റോപ്പ് എക്സ്പ്രസ് വേ കേട്ടോ. താഴെ കൂടെ പോകുന്ന പഴയ റോഡ്. നമ്മൾ അഹമ്മദാബാദിന് തന്നെയുള്ള റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത് സാധാ പഴയ റോഡ്. മേളിൽ കൂടെ പോകുന്ന എക്സ്പ്രസ് വേ കേട്ടോ, നോൺ സ്റ്റോപ്പ് എക്സ്പ്രസ് വേ. മേളിൽ കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ടോൾ എടുത്ത് ഒരൊറ്റ റോഡിൽ നേരെ അഹമ്മദാബാദ് പോയി ഇറങ്ങാം.
ഇല്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വേണം പോകാൻ. ഹൈവേ തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരെ വസാട് ടോൾ ഗേറ്റ് പോയി കഴിഞ്ഞിട്ട് ടോൾ ഗേറ്റിൽ നിന്ന് താഴെ ഇറങ്ങി നേരെ രാജ്കോട്ട് റോഡ് പിടിക്കും. ഇതൊക്കെ ഇവിടെയുള്ള കുറേ കമ്പനികളാണ് കേട്ടോ ഈ റൂട്ടിലുള്ളത്. പിന്നെ എഴുതി കാണിക്കുന്നു. GSFC. ആകെ ബെസ്റ്റ് ചൗക്കി. ഇതാണ് റെനോളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ടാങ്കറുകൾ കുറേ കിടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ലോഡിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടാങ്ക് പണിയുന്ന സ്ഥലമുണ്ട് ഇവിടെ, പിന്നെ അതുപോലെ ടാങ്ക് പർച്ചിങ് ഉണ്ട്. അതിപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഇട്ട് വന്ന് കിടക്കുന്ന വണ്ടികളാട്ടോ ഇവിടെ. ആ പ്രൊപ്പലിൻ്റെ ടാങ്കറുണ്ടോ, അത് പുതിയ ടാങ്ക് ഉണ്ടാക്കി വന്നേക്കുന്നത്. അതാണ് ഈ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറകിലാണ് ടാങ്കർ ഉണ്ടാക്കുന്നത് അപ്പുറം. നമ്മൾ തിരക്കില്ലെന്നുണ്ടെങ്കിൽ പരമാവധി ലെഫ്റ്റ് ചേർന്നേ പോകുള്ളൂ കേട്ടോ. പിന്നെ തിരക്കാണെങ്കിൽ മാത്രമേ ഈ സെൻറ്റർ പിടിക്കും റൈറ്റും പിടിച്ചൊക്കെ പോകുള്ളൂ. ലെഫ്റ്റ് പിടിച്ച് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ ഈ സൈക്കിളുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോകേണ്ട ആൾക്കാരാണ്. സർവീസ് റോഡിൽ കൂടെ പോയാൽ പോരെ ഇവർക്ക്, എന്തിനാ ഈ ഹൈവേ കയറി പോകേണ്ട ആവശ്യം. ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് ചേർന്ന് പോകുമ്പം ഉള്ള പ്രശ്നം. പിന്നെ നമ്മൾ നടുക്കത്തെ ട്രാക്കിലേക്ക് മാറ്റാൻ പിന്നെ നിൽക്കണം. നടുക്കത്തെ ട്രാക്കിലേക്ക് മാറ്റാൻ നിൽക്കണം കൊണ്ടല്ലേ, അവൻ റൈറ്റ് പിടിച്ച് പോകുന്നുണ്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ റൈറ്റ് പിടിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി അത് പലർക്കും ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ വഡോദര ടു മുംബൈ പിന്നെ ബറൂച്ചൊക്കെ പോയി ഇറങ്ങുന്ന പുതിയ ഹൈവേ വന്നേക്കുന്നത്. മേളിൽ കൂടെ പോകുന്നത് മേളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നേരെ ബറൂച്ചൊക്കെ പോയി ഇറങ്ങാം. ഡൽഹി ആയിരുന്നാല് മേളിൽ കൂടെ പോകുന്നതാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നുണ്ടോ. മേളിൽ കൂടെ പോകുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഫുൾ എക്സ്പ്രസ് വേ ആണ് എവിടെ നോക്കിയാലും കേട്ടോ. കാരണം ഇത് ഓപ്പൺ ആണോ പകുതി പോയി ഇറങ്ങി വീണ്ടും വേറെ മാറി കയറി പോകണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് ഈ എക്സ്പ്രസ് വേയുടെ മേളിൽ കൂടെ നമ്മൾ അധികം പോയിട്ടില്ല. എന്താ അവിടെ ഇവിടെയൊക്കെ ഫുള്ള് എവിടെ നോക്കിയില്ല എക്സ്പ്രസ് വേകൾ പുതിയത് ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഞാൻ വന്ന വഴികളിലൊക്കെ കുറേ പുതിയ എക്സ്പ്രസ് വേകൾ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് കണക്റ്റിങ് എന്നുള്ള കാര്യം നമുക്കറിയില്ല കേട്ടോ. നർമ്മദയാണ് കേട്ടോ, നർമ്മദ നദി. വേറെ കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ക്ലീനർ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഒരു അമ്മച്ചിയുണ്ട്, എപ്പോഴും കിടന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ആകെ ബെസ്റ്റ് ചൗക്കി, പിന്നെ നാരോ ബ്രിഡ്ജ്, പിന്നെ ടോള്, ആകെ പമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതിങ്ങനെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സെൻസറിൽ ഈ സാധനം കിടന്നിട്ട് ഇങ്ങനെ പറയും കിടന്നു. നാരോ ബ്രിഡ്ജ്, ടോൾ ഗേറ്റ്, ആകെ പമ്പ്, മൊത്തത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ അമ്മച്ചി കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആകെ ടോൾ പ്ലാസ, വസാട് ടോൾ ഗേറ്റ് ആട്ടോ.
അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാൻ കേട്ടോ. ടോൾ ഗേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് തിരിയണം. രാജ്കോട്ട് വസാട് നല്ല അടിപൊളി കടുകുംപാടം കേട്ടോ. അങ്ങാറ്റത്ത് കാണുന്നത് കടുകുംപാടം. പിന്നെ പച്ചമുളകും കാണുന്നു. നല്ല പൂത്ത് വിളഞ്ഞ് നിൽക്കും കേട്ടോ. ഭാവുനഗർ രാജ്കോട്ട് കാണ്ടിലൊക്കെ തിരിയുന്ന റോഡ് എത്തി കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉള്ള പരിപാടി കേട്ടോ. ചോറുണ്ട്. പിന്നെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ശകലം ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഉള്ള പരിപാടിയാണ്. ടോൾ ഗേറ്റിൻ്റെ അടുത്താണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറും കറികളൊക്കെ ഏറെയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ചോറും കറിയും റെഡിയായി കേട്ടോ. നമ്മുടെ ചിക്കൻ കറി, പിന്നെ അതുപോലെ ചോറ് കാണിച്ചിട്ടുണ്ട്. ചോറ് എല്ലാം സെറ്റ്. കഴിക്കുക. ഒരു കടയുടെ ഫ്രണ്ടിലിരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടോ. കട അടച്ചിട്ടേക്ക് ഭയങ്കര വെയിൽ കാരണം നമ്മൾ പിന്നെ കടയുടെ ഫ്രണ്ടിലാണ് നിർത്തിക്കുന്നത്. ഭയങ്കര വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ വണ്ടി എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിലോട്ടോ. ഇവിടുന്ന് എടുത്ത് നേരെ അടുത്തൊരു ടോളുണ്ട്. ടോൾ കയറി ഇറങ്ങി വേണം പോകാൻ. അങ്ങനെ വടോട്, കരിയാണി, രാജ്കോട്ട്, ദ്വാരക, NH-47 കൂടെ പോവാം കേട്ടോ. നമ്മളങ്ങനെ അടുത്ത ദാബെ കയറ്റി വണ്ടി സൈഡാക്കും കേട്ടോ. കാരണം നമുക്കിന്ന് ലോഡ് ഇറക്കത്തില്ല. ഇനിയിപ്പോൾ ഒരു 110 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തോട്ട്. അപ്പോൾ രാത്രി ഇപ്പോൾ അവിടെ കിടക്കുന്നതിൽ നല്ലത് നമ്മളിവിടെ ഏതെങ്കിലും ദാവയെ നിർത്തിയിട്ട് വെളുപ്പിനെ കൂട്ടി എടുത്തു വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി രാവിലെ ചെന്ന് കയറുന്ന രീതിയിൽ കയറണം കമ്പനിക്ക്. അല്ലെ പിന്നെ അവിടെ എല്ലാം പോയി കിടന്നു കഴിഞ്ഞാൽ ഡീസൽ പോകും. പാപ്പിൾ എന്ന് പറയുന്ന ദാബ നമ്മൾ നിർത്തിയിട്ടൊക്കെ കേട്ടോ കുറേ നേരമായിട്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിവിടെ ദാബയിൽ നിന്ന് പുറത്തിറങ്ങി നിർത്തിയേക്കോ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറും കറിയൊക്കെ ചൂടാക്കി കഴിക്കണം. അപ്പം അതിനു വേണ്ടി ഉള്ള പരിപാടി കേട്ടോ. കറി ഒന്ന് ചൂടാക്കുക കേട്ടോ. ചോറ് ഇരിപ്പുണ്ട്, ചോറും ചൂടാക്കി വേണം കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഏകദേശം രാജ്കോട്ട് സിറ്റി എല്ലാം പാസ് ചെയ്ത് ഇവിടെ ഔട്ടറിലെത്തി കേട്ടോ. ഇവിടുന്ന് പാലത്തിനടിയിൽ നിന്നാണ് നമുക്ക് റൈറ്റ് തിരിഞ്ഞു പോകാം. മോർണിംഗ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കേണ്ട സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങ് താഴെ നമ്മുടെ വണ്ടി കിടക്കുന്നു. അപ്പോൾ ചുമ്മാ നടക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ കനാല് പോലെ ഇങ്ങനെ വെട്ടി വിട്ടേക്കുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു അമ്പലം ഉണ്ടോ. അങ്ങേറ്റത് ഉണ്ടോ മഞ്ഞ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. മഞ്ഞൊക്കെ അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ.
ഇതൊരു ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം എന്താ പറയുക, രാജ്കോട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരണം. അവിടുന്ന് മുന്നോട്ട് കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിങ്ങ് പോരും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിട്ടുടിഞ്ഞ് താഴ്ട്ട് പോകും. ഉണ്ടോ, കനാല് പോലെ വെട്ടിയിട്ടുണ്ട്. ഇത് എന്തിനുള്ളതെന്നറിയില്ല. ഉണ്ടോ, ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കാറുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ഇവിടെ ഇതുണ്ടോ. ഫണ്ടാസ്റ്റിക്. തണുപ്പ് കാരണം തീ കായാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാൻ വേണമെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇത് പിന്നെ അങ്ങേറ്റത്ത് കാണുന്ന മറ്റേ ഈ പഞ്ചായത്ത് വീടാന്ന് തോന്നുന്നു കേട്ടോ. ഈ സർക്കാർ ഇങ്ങനെ വീട് പണിത് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഒരേപോലെ തന്നെ കുറേ വീടുകളിരിക്കുന്നു അവിടെ. ഇവിടെ 100 ടണ്ണിൻ്റെ വേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ലോഡറക്കണ കമ്പനിയുടെ സൈഡിൽ കൊണ്ട് നിർത്തിക്കണം നമ്മൾ. ഈ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയാലും ഇത് കൂട്ട് മറ്റേ നായ്ക്കൾ വരും കേട്ടോ, ടയറെ മണക്കാനായിട്ട്. എന്താണെന്ന് പറയുക പരിപാടിയില്ല, മനസ്സാകുന്നില്ല ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോൾ വണ്ടി കൊണ്ട് നിർത്തിയാലും ഓടി വന്ന് ടയറെ വന്നില്ലേ മൂത്രം ഒഴിക്കും, ഇല്ലെങ്കിൽ വന്നിങ്ങനെ മണത്ത് നോക്കിയിട്ട് പോകും. എന്തുവാ മണക്കുന്നൊരു പിടുത്തമില്ല ഇവന്മാർ, കണ്ടില്ലേ. നേരെ അങ്ങനെ ഫ്രണ്ട് പോയിട്ട് നേരെ റിവേഴ്സ് ഇങ്ങോട്ട് അടിച്ച് കയറ്റി ചെയ്തു കേട്ടോ വണ്ടി. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, പണി തീർന്നു വരുന്നുള്ളൂ ഇൻഡസ്ട്രിയൽ ഏരിയ. വണ്ടി ഇങ്ങനെ നമ്മൾ റിവേഴ്സ് കയറ്റി ഇവിടെ നിർത്തിയേക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് വേണം ഇറക്കാൻ. ഈ ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ഇനി പോയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് വേണം പോകാൻ. അതിങ്ങനെ പോകുന്നറിയില്ല, പോകാൻ ചാൻസ് ഉള്ളൂ അവിടെ. ഇപ്പോൾ കാട്ടയെല്ലാം പെറുക്കി റോഡിനടുക്ക് അടുക്കി വെച്ചേക്കുന്നുണ്ട്, പോകാനായിട്ട് പാടാണ്. ഇനിയിപ്പോൾ അതിലെങ്ങനെ കറങ്ങിയാലും വേറെ വഴിയുണ്ടെങ്കിൽ ചടിച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ നമ്മുടെ ലോഡ് ഓരോന്നായിട്ട് ഇറക്കി കേട്ടോ. ട്രെയിൻ വന്നുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോഡ് മൊത്തം ഇറക്കി തീർന്നു കേട്ടോ, കാലിയായി വണ്ടി കേട്ടോ. അപ്പോൾ അടുത്ത ലോഡ് ഇവിടുന്ന് അപ്പുറേ തന്നെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ കാണാം കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് രാത്രിക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണം.